വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വീക്കിലി ചാർട്ടാണ്. വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് കഴിഞ്ഞതിന്റെ മുന്നത്തെ വീക്കിന്റെ ഹൈനെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി മാർക്ക് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് ഈ വീക്കിന്റെ ഹൈ മാർക്ക് ചെയ്യുന്നുണ്ട്, അതായത് ഓൾ ടൈം ഹൈ ആണത്. ഇനിയൊരു സപ്പോർട്ടും കൂടി മാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. മാർക്കറ്റ് ഓൾറെഡി അവിടെ വന്ന് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതിനെയും സപ്പോർട്ടായിട്ട് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചാർട്ടിൽ നോക്കിയാൽ കാണാം, കഴിഞ്ഞ വീക്കിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽ തന്നിട്ടുണ്ടായിരുന്നു. ഈ വീക്ക് മുകളിലോട്ടൊന്ന് പോയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി കൃത്യമായൊരു സപ്പോർട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് നിൽക്കുന്നത്. കുറച്ചും കൂടി താഴോട്ടേക്ക് വരുമെന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചുകൂടി താഴോട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ള സപ്പോർട്ട് ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്ത് എത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ അനാലിസിസിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്തിയിട്ടില്ല. ഇന്നൊരു പക്ഷെ എത്തിയേക്കാം, എത്താതിരിക്കാം. ഇനി നമുക്ക് വൺ ഡേ ചാർട്ടിലൊന്ന് പോയിട്ട് കൂടുതൽ കാര്യങ്ങളൊന്ന് നോക്കാം. വൺ ഡേ ചാർട്ടിലേക്ക് നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് ഒരു വലിയ ബ്രേക്ക് തന്നു. ആ ബ്രേക്ക് തന്ന മുകളിലോട്ട് പോയിട്ട് ഒന്ന് സസ്റ്റെയിൻ ചെയ്യാതെ കുറച്ച് വീക്ക്നെസ് കാണിച്ചപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങി. അത്യാവശ്യം മോശമില്ലാത്തൊരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് അതിന്റെ മുകളിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ആ ഒരു സപ്പോർട്ടിന്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തിയിട്ട് ചെറിയൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കാം. വൺ ഡേ ചാർട്ടിൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അതിന് ആദ്യം മാർക്ക് ചെയ്യുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇതിന് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് എടുക്കുന്നുണ്ട്. ഇനി താഴോട്ട് വരുമ്പോൾ ഒരു സപ്പോർട്ട് ഏരിയ ആണ് മാർക്ക് ചെയ്യേണ്ടത്. സപ്പോർട്ട് ഏരിയ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത ഒരു ഏരിയ തന്നെയാണ്. ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതെല്ലാം വീക്കിലിയിലും കൂടി വരുന്നുണ്ട്, എല്ലാവരും നോട്ട് ചെയ്യാം. പിന്നെ ഇംബാലൻസ് പോലെ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ഇംബാലൻസ് കാണുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ ഇംബാലൻസ് കാണുന്നുണ്ട്, അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ചിലപ്പോഴേ അവിടേക്ക് എത്തുള്ളൂ, കാരണം ഇത്തിരി ദൂരമുള്ളത് കൊണ്ട്. അതിന് താഴെ ഒരു സപ്പോർട്ടും എടുക്കുന്നുണ്ട്, അതും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ്. എക്സ്ട്രീം ലെവലുള്ള ഒരു സപ്പോർട്ട് ഏരിയയും കൂടിയാണ്. ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. വൺ ഡേ ചാർട്ടിൽ ഓൾറെഡി നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് തന്ന് റീടെസ്റ്റിലേക്ക് വന്ന് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നോക്കാം, നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് എന്തൊക്കെയാണ് കൂടുതൽ സാധ്യതകളെന്ന് നോക്കാം. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകളൊന്ന് നോക്കിയിട്ട് തിരിച്ചെത്താം. ഇന്നത്തെ ന്യൂസ് നോക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ന്യൂസുകൾ ഒരുപാട് വരുന്നുണ്ട്. USDയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ന്യൂസ് വരുന്നത് ഇന്ത്യൻ സമയം 7:30 PM ഫെഡ് ചെയർമാൻ പവലിന്റെ സ്പീച്ചാണ് വരുന്നത്. ഫെഡ് ചെയർ പവലിന്റെ സ്പീച്ച് വരുന്ന സന്ദർഭങ്ങളിൽ വലിയ മൂവ്മെന്റ് കിട്ടാൻ സാധ്യത ഉണ്ട്. പ്രത്യേകിച്ചും ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ട് വരുന്ന ന്യൂസ് ആയതുകൊണ്ട് വൺ സൈഡ് മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ചില ദിവസങ്ങളിൽ അത് ഇല്ലാതെ ഇരുന്നിട്ടുമുണ്ട്. പക്ഷെ കിട്ടുകയാണെങ്കിൽ വലിയൊരു മൂവ്മെന്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ട്രേഡ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസ് ഒന്ന് വന്ന് സ്റ്റേബിളായി ഡയറക്ഷൻ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. അങ്ങനെ ട്രേഡ് എടുക്കുകയാണ് ഒരുപക്ഷെ വലിയൊരു ഡയറക്ഷൻ കിട്ടാനുള്ള സാധ്യതയും നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് ന്യൂസ് വന്ന് അല്ലെങ്കിൽ ന്യൂസ് സ്പീച്ചിന്റെ റിപ്പോർട്ട് വരുന്ന സമയത്ത് തന്നെ ചാടിക്കയറി എടുക്കാതിരിക്കുക. കാരണം രണ്ട് സൈഡിലേക്കും ഒരുപക്ഷെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടായിരിക്കും ഒരു ഡയറക്ഷനിലേക്ക് നീങ്ങുക. അപ്പോൾ എനിവേ ട്രേഡ് എടുക്കുന്ന ആളുകൾ സൂക്ഷിച്ചും കണ്ടും ട്രേഡ് എടുക്കുക. ഇനി നമുക്ക് ചാർട്ടിൽ പോയിട്ട് ഇന്നത്തെ ടെക്നിക്കൽ അനാലിസിസ് നോക്കാം. ചാർട്ടിൽ ഇനി നോക്കുന്നത് 4 അവറിലേക്കാണ്. 4 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. 4 അവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്യാനുണ്ട്. ആ ഏരിയാസ് ഓൾറെഡി ഡേയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ഒരു ഏരിയ ആണ്, അതിനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നലെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിലേക്ക് ഇറങ്ങി വരുമെന്ന്, കാരണം തൊട്ടടുത്ത് വന്നിട്ട് തിരിച്ചു കയറി പോയതുകൊണ്ട്. എനിവേ അത് ഒരുപക്ഷെ വീണ്ടും വരാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും നമുക്കത് നോക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഏരിയ എന്ന് പറയുന്ന 4 അവറിൽ ഇതാണ് മാർക്ക് ചെയ്യാനുള്ളത്. ഇതും തൊട്ടടുത്ത് വന്നിട്ടാണ് മാർക്കറ്റ് കയറിപ്പോയത്. ഒന്ന് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങി വരുമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇതിനെ ഒന്ന് മിറ്റിഗേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് സംഭവിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇറങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇതിനെയും സപ്പോർട്ട് ഏരിയയിൽ തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കളർ ചേഞ്ച് ഒന്ന് മാറ്റിയിടുന്നുണ്ട് 4 അവറിന്റെ ആയതുകൊണ്ട്. ഇനി 4 അവറിന്റെ മാർക്ക് ചെയ്യാനുള്ളത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയനെയാണ് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നത്.
അതിൻ്റെ കളറ് മാറ്റിയിടുന്നുണ്ട്. ഇനി ഫോർവേഡിൽ മാർക്ക് ചെയ്യാനുള്ളത് ഒരു ഇംബാലൻസ് ആണ്. ഇംബാലൻസ് ഓൾറെഡി എടുത്തിരിക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇവിടം വരെ വന്നതിൽ ഇംബാലൻസിൽ ഇനി നമ്മൾ തൊട്ട് മുന്നേ വരച്ച റെഡ് ലൈൻ ഒന്ന് ക്രോസ് ചെയ്തിട്ട് റെഡ് ലൈൻ ഒന്ന് ക്രോസ് ചെയ്യാനുണ്ട്. അവിടെ വരെ എത്തുമെന്നുള്ള പ്രതീക്ഷിക്കുന്നു. കുറച്ച് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ നമുക്ക് റിജക്ഷൻ കിട്ടുമെന്ന് ഫോർവേഡിൽ തോന്നുന്നു. ഒരു റിജക്ഷനോ അല്ലെങ്കിൽ റിയാക്ഷനോ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്കത് വെയിറ്റ് ചെയ്ത് നിൽക്കാം. കുറച്ചുകൂടി നോക്കുകയാണെങ്കിൽ ഫോർവേഡിൽ റെസിസ്റ്റൻസുകളുണ്ട്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വിക്ക് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതിന് തൊട്ട് താഴെ വേറെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ വരച്ച് വെക്കുന്നില്ല. ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ, അതായത് ഈ ഒരു വിക്കിന്റെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു വിക്ക് അതിന് ബാലൻസ് ഉള്ള വിക്ക് ഒരുപക്ഷെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് ലൈവ് ടൈമിൽ ഇരുന്നിട്ട് നോക്കാം. ഇത്രയാണ് പ്രധാനമായിട്ടും ഫോർവേഡിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി താഴോട്ടേക്ക് വരികയാണെങ്കിൽ, അതായത് നമ്മൾ ഈ പറഞ്ഞ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇംബാലൻസിൽ കുറച്ച് ബാലൻസ് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സപ്പോർട്ട് ഏരിയ വരുന്നുണ്ട്. അവിടേക്കൊക്കെ എത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ബൈ എൻട്രി ഒക്കെ നമുക്ക് സാധ്യതയുണ്ട്. എന്തായാലും നമുക്കത് 1 അവറിലോ അല്ലെങ്കിൽ 50 മിനിറ്റ്സിലോ പോയിട്ട് എങ്ങനെയാണെന്നുള്ള കൂടുതൽ നോക്കാം. ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ, ഫോർവേഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജി ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. ഹയർ ടൈം ഫ്രെയിമിൽ എടുക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് ബെയർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്കത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. 1 അവറിലേക്ക് പോവാം. ഇനി 1 അവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യാം. 1 അവറിന് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ഫോർവേഡ് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് വേണമെങ്കിൽ ഒന്ന് താഴോട്ടേക്ക് ഇറക്കി വെക്കാം. അതായത് നീട്ടി വെക്കുന്നുണ്ട്, ഇവിടം വരെ വെക്കുന്നുണ്ട് 1 അവറിലേക്ക് വരുന്ന സമയത്ത്. ഇതും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെഡ് ലൈനും അതങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. താഴോട്ടേക്ക് വരുന്ന സമയത്ത് വീണ്ടും ആ റെഡ് ലൈൻ ആക്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും നിൽക്കുന്നുണ്ട്. ഇതിവിടെ ഒരു സപ്പോർട്ട് ആക്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1 അവറിൽ കാര്യമായിട്ടൊന്നും അടയാളപ്പെടുത്താനില്ല. 4 അവറിൽ അടയാളപ്പെടുത്തിയ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ 1 അവറിൽ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞത് ഈ ഒരു ഏരിയ നോക്കിയാൽ കാണാം, മൾട്ടിപ്പിൾ ആയിട്ട് വന്ന ഏരിയ ആണ്. 1, 2, 3 മൾട്ടിപ്പിൾ ആയിട്ട് വന്ന് റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ടേക്ക് വന്ന ഏരിയ ആണ്. വീണ്ടും ആ ഏരിയയിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തിട്ടാണ് കയറിപ്പോയിരിക്കുന്നത്. ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഈ ഒരു ഏരിയയിലേക്ക്, അതായത് നേരത്തെ പറഞ്ഞിരുന്നു വിക്ക് ഒരുപക്ഷെ ആക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെയും കൂടി ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഒരുപക്ഷെ സപ്പോർട്ട് എടുത്ത് പോയേക്കാം. എന്തായാലും ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഒന്ന് സൂക്ഷിക്കുക, എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് സൂക്ഷിക്കുക. ഇത്രയാണ് 1 അവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു എൻട്രി കാണുന്നുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത്, മാർക്കറ്റ് വരുന്ന സമയത്ത് ഒരു എൻട്രി ഉണ്ട്. തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടേക്ക് എത്തുന്ന സമയത്ത് ക്ലിയർ ആയിട്ടൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു സെൽ എൻട്രി പ്ലേസ് ചെയ്യാം. ഏറെക്കുറെ ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കണം. അവിടെ നിന്ന് സെൽ എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ വരച്ചിരുന്ന സപ്പോർട്ട്, അതായത് ഈ ഒരു സപ്പോർട്ട് കളർ ചേഞ്ച് ചെയ്യുന്നിടുന്നുണ്ട്. ഇവിടേക്കാണ് മാക്സിമം വെക്കേണ്ടത്. അതിന് മുന്നേ ഒരു സേഫർ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ കൂടിയാണ്. അത് തന്നെ 130 പിപ്പോളം കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്ക്, അതായത് 220 പിപ്പോളം വരുന്ന ഒരു ഏരിയയിലേക്ക് വെക്കാം. ട്രേഡ് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഉള്ളിൽ വരച്ചു വെച്ച ഈ ഒരു ഏരിയ ആണ്. എല്ലാവരും ശ്രദ്ധിക്കുക. അവിടേക്ക് വരുന്ന സമയത്ത് ക്ലിയർ ആയിട്ടുള്ള കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ സെൽ എൻട്രി എടുക്കാം. അല്ല, അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ചും ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് റിജക്ഷൻ കിട്ടുകയാണ്, അല്ലെങ്കിൽ നല്ലൊരു റിജക്ഷൻ ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യാം. അവിടെ നിന്നൊരു സെൽ എൻട്രി വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യാം. റിജക്ഷൻ ക്യാൻഡിലോ അല്ലെങ്കിൽ റിജക്ഷൻ പാറ്റേണോ കിട്ടുകയാണെങ്കിൽ ഒരു സെൽ എൻട്രി എക്സ്പെക്റ്റ് ചെയ്യാം. അങ്ങനെ വരികയാണെങ്കിലും ഈ ഒരു ഇവിടേക്കായിരിക്കും ഫസ്റ്റ് ടാർഗറ്റ് വരിക, സെക്കൻഡ് ടാർഗറ്റ് നേരത്തെ വെച്ചിരിക്കുകയായിരിക്കും വരിക. ഇങ്ങനെ 2 പോസിബിലിറ്റീസ് ആണ് സെൽ എൻട്രിയിൽ കാണുന്നത്. ഇനി ബൈ എൻട്രി എന്ന് പറയുന്നത് ഓൾറെഡി സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. ഈ സപ്പോർട്ടിലേക്ക് ഇവിടെ നിന്നിപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങണം, അതായത് ബ്ലൂ ലൈനിലേക്ക് ഇറങ്ങാണ്, അല്ലെങ്കിൽ ബ്ലാക്ക് ലൈനിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു കൺഫർമേഷൻ തരികയാണെങ്കിൽ ബൈ എൻട്രി വെക്കാം. പക്ഷെ ബൈ എൻട്രി വെക്കുന്ന സമയത്ത് ചെറിയൊരു ബൈ എൻട്രി വെച്ചാൽ മതി. ഒരു 100 വിപ്പിന്റെ താഴെ കളക്ഷൻ വരുന്ന ബൈ എൻട്രി വെച്ചാൽ മതി. കാരണം കൃത്യം ഇവിടെ ഇപ്പോൾ ഒരു മാർക്കറ്റ് ഒരു നല്ലൊരു സ്ട്രക്ചർ ചേഞ്ച് തന്നിട്ട് മാർക്കറ്റ് ഡൗണിലേക്ക് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മാർക്കറ്റ് വീണ്ടും വന്നേക്കാം. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഹയർ ടൈം ഫ്രെയിമിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഏരിയയും കൂടി ഉണ്ട് മാർക്കറ്റ് വരാൻ. അതിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്.
അവിടേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് ജസ്റ്റ് വന്നു പോയിട്ടുള്ളൂ. അവിടെ ഹിറ്റ് ചെയ്തിട്ടില്ല, മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ 2 ഏരിയ ബാലൻസ് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് വരാനുള്ള സാധ്യത ഇനിയും കാണുന്നുണ്ട്. കണ്ടതിന് അവിടെ എത്തുകയാണെങ്കിൽ, അതായത് ഈ ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി നോക്കാം. ബൈ എൻട്രി നോക്കുക എന്ന് പറയുന്നത് കൺഫർമേഷനോട് കൂടി തന്നെ നോക്കണം. പ്രത്യേകിച്ച് താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് 50 മിനിറ്റ്സിലോട്ട് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ഏരിയയും കൂടി ഉണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹയർ ടൈം ഫ്രെയിമിൽ കാണുന്നില്ലെങ്കിലും ഈ ഒരു ഏരിയ, അതായത് ഇതിന്റെ താഴെ ഒരു എൻട്രി പോയിന്റ് കൂടി ഉണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇതും ബ്രേക്ക് ചെയ്തിട്ട്, അതായത് തൊട്ട് മുകളിൽ വരച്ച റൗണ്ട് സർക്കിൾ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടുന്നും ഒരു എൻട്രി പോയിന്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്തായാലും വിത്ത് കൺഫർമേഷനോട് കൂടി മാത്രം എടുക്കുക. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ ഒരു നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ ഓൾ ടൈം ഹൈ ഒക്കെ നമുക്ക് ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അത് പക്ഷെ ലോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്കേ പറ്റൂ. അപ്പോഴും റിസ്ക് അസോസിയേറ്റ് ചെയ്യേണ്ടി വരും. എനിവേ ഇവിടെ നിന്നൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്ന റെഡ് ലൈൻ വയ്ക്കാം, പിന്നെ ബ്ലൂ ലൈൻ വയ്ക്കാം, പിന്നെ ഈ ഒരു ഏരിയ ഇവിടം വരെ വെക്കാം നമുക്ക്. അതെല്ലാം മാർക്കറ്റ് കണ്ടീഷൻ നോക്കി മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. കാരണം അവിടുന്ന് ഒരു എൻട്രി കിട്ടണമെങ്കിൽ മാർക്കറ്റ് ആദ്യം താഴോട്ടേക്ക് ഇറങ്ങി വരണം. ഇറങ്ങി വരുന്ന സമയത്ത് എന്തൊക്കെ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നോക്കണം. ആ പാറ്റേണിൽ നിന്ന് റിജക്ഷൻ കിട്ടുന്ന ഏരിയാസ് നോട്ട് ചെയ്ത് വെക്കണം, റിയാക്ഷൻ കിട്ടുന്ന ഏരിയാസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങോട്ടാണ് ടാർഗറ്റ് വെക്കാൻ പറ്റുള്ളൂ. എനിവേ ട്രേഡ് എടുക്കുന്ന എല്ലാവരും സൂക്ഷിച്ചും കണ്ടും ട്രേഡ് എടുക്കുക. ഇന്ന് ന്യൂസ് വരുന്ന ഹൈ ഇമ്പാക്റ്റ് ന്യൂസ് വരുന്ന ദിവസമാണ്. മുൻപ് പറഞ്ഞ പോലെ തന്നെ അതൊന്ന് സ്റ്റേബിളായിട്ട് ട്രേഡ് എടുക്കാൻ കഴിഞ്ഞെങ്കിൽ വലിയ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 1 ഡേ ഡയറക്ഷൻ കിട്ടുന്ന മാർക്കറ്റ് ആണെന്ന്. അപ്പോൾ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്യുക. അതുപോലെ അതിൻ്റെ ഇടയ്ക്ക് ട്രേഡ് റൂട്ടിൻ്റെ സ്ട്രാറ്റജീസ് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കുക. അതിൽ വരുന്ന ഫെയിലർ ആയാലും സക്സസ് ആയാലും ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുക. അതിനെക്കുറിച്ചുള്ള അനാലിസിസ് പോസ്റ്റ് മാർക്കറ്റിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ട്രേഡ് റൂട്ടിൻ്റെ ഒപ്പം ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിക്കുന്നു. അതുപോലെ ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക.